ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ തീ പോലും കത്തിക്കേണ്ട വളരെ സിമ്പിളായിട്ട് ഈ രണ്ട് കേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ രണ്ട് വ്യത്യസ്ത രുചികളിലുള്ള രണ്ട് സൂപ്പർ കേക്കുകളാണ്. ബേക്കിംഗ് ഒന്നും ചെയ്യാൻ നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു വീഡിയോയിൽ ഞാനൊരു അൺബോക്സിങ് വീഡിയോയും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ നമ്മുടെ ഗിവ് കാര്യവും കൂടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇനാം ബേബിക്ക് വാങ്ങിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ബേബി ജിലേബി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത ഡയപ്പർ ബാഗാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ എൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര്, നമ്മുടെ ബേബിയുടെ പേരോ നമുക്ക് ഇഷ്ടമുള്ള പേര് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബാഗ് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബാഗിനുള്ള എന്തൊക്കെയാണ് ഈ ബാഗിലുള്ളത് നമുക്ക് നോക്കാം. ഫ്രണ്ട് മെയിൻ പാർട്ട് ഇതാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 6 കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അതുമാത്രമല്ല ഡയപ്പർ മാറ്റ് സെപ്പറേറ്റ് ഈ ഒരു ബാഗിലുണ്ട്. പിന്നെ ബാഗ് നമുക്ക് ഏത് ഡിസൈനിൽ വേണമെങ്കിലും ചെയ്യിപ്പിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫ്ലോറൽ ചെയ്യിപ്പിച്ചു എന്നുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്രിൻറ്റിൽ വേണമെങ്കിലും ഈ ഒരു ബാഗ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അവരോട് നമ്മൾ ഇൻസ്റ്റഗ്രാം വഴി നമുക്ക് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം നമുക്ക് ഏത് പ്രിൻ്റാണ് ആവശ്യമുള്ളതെന്ന്. അപ്പോൾ ആ ഒരു പ്രിൻറ്റ് വെച്ച് തന്നെ ബാഗും ബെഡും എല്ലാം അവർ ചെയ്തു തരും. അപ്പോൾ ബാഗിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാക്കാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് തെർമൽ സേഫ്റ്റി ആയിട്ടുള്ള ഒരു കുറച്ച് പൗച്ചസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചൂടോട് കൂടിയൊക്കെ ചെറിയ ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒക്കെ ആ ചൂടോട് കൂടി തന്നെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ കുഞ്ഞൊരു പൗച്ചുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ബാഗിൻ്റെ അണ്ടറിലായിട്ടും ഒരു പൗച്ചുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രസ്റ്റ് ചെയ്ത് വാങ്ങാൻ പറ്റുന്നൊരു സ്റ്റോർ തന്നെയാണ് ബേബി ജിലേബി എന്ന് പറയുന്നത്. പിന്നെ ഇതിലൊരു സൈഡ് പൗച്ച് ഉണ്ട്, അതായത് നമ്മൾ ഈ ബോട്ടിൽസ് ഒക്കെ വെക്കാൻ പറ്റുന്ന, പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേരും ബേബി ജിലേബി എന്ന് തന്നെയാണ് കേട്ടോ. അവിടെ ഒരുപാട് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേജിൽ പോയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് എല്ലാം വാങ്ങിക്കാം. അപ്പോൾ അടുത്ത് വാങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ബെഡ് ബണ്ടിലാണ്. അപ്പോൾ ഈ ഒരു ബെഡ് ബണ്ടിലുള്ളതെന്ന് വെച്ചാൽ പില്ലോ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് ഉണ്ട്, ബെഡ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് കുഞ്ഞുങ്ങളുടെ ഏജ് അനുസരിച്ചിട്ട് നമുക്ക് ബെഡ് അവരെ നിന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രിൻറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിൻറ്റ്, കളറ്, പിന്നെ അതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പേര് എല്ലാം നമുക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറയുന്ന അതേ രീതിയിൽ അവർ ചെയ്തു തരും. അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മെറ്റീരിയൽസ്, നമ്മൾ എന്തായാലും കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ കുറച്ചും കൂടെ സേഫ്റ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് നോക്കുക. കാരണം എല്ലാം നല്ല അടിപൊളി മെറ്റീരിയലാണ്. ബ്ലാങ്കറ്റ് ആയിക്കോട്ടെ, പില്ലോ ആയിക്കോട്ടെ, എല്ലാം നല്ല സോഫ്റ്റ് മെറ്റീരിയലും പിന്നെ കുട്ടികൾക്ക് എപ്പോഴും നല്ല കംഫർട്ടബിളായിട്ട് അവർക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. പിന്നെ ഈ ഒരു ബ്ലാങ്കറ്റിന് പ്രത്യേകത എങ്ങനെയാണ്, നമ്മൾ ഫോട്ടോഷൂട്ടിനൊക്കെ വെക്കില്ലേ ബ്ലാങ്കറ്റ്, അപ്പോൾ അതിൻ്റെ വൺ സൈഡ് നമ്മുടെ ആ ഒരു നോർമൽ ബെഡിൻ്റെ പ്രിൻറ്റും അതിൻ്റെ മറു സൈഡ് ഇതുപോലെ നമുക്ക് ഒരു മന്ത് വെച്ചിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബെഡും കൂടെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനാം ബേബിയെ ഒന്ന് ഇതിൽ കിടത്തി നോക്കാം. ഇനാം ബേബിക്കും കൂടെ ഇഷ്ടപ്പെട്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ആൾ ഇപ്പോൾ ഏകദേശം ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ വൈകുന്നേരമായി കേട്ടോ. അപ്പോൾ ഉറങ്ങുന്ന ഒരു സമയമായി. അപ്പോൾ ഈ ഒരു ഷോട്ട് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമാണ് ഈ ഒരു ഷോട്ട് എടുക്കുന്നത്. ആൾക്ക് ഈ ബെഡ് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം കിടത്തിയപ്പോൾ തന്നെ നല്ല കംഫർട്ടബിളാണ്. ആ രണ്ട് സൈഡ് ഒരു സെപ്പറേറ്റ് പില്ലോ ഉണ്ട്. അതുകൊണ്ട് കിടത്തുമ്പോൾ തന്നെ അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാണ്ട് നല്ല സെക്യൂർ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലാങ്കറ്റിന് രണ്ട് സൈഡ് ഉണ്ടല്ലോ. ഒരു സൈഡ് ഫോട്ടോഷൂട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ 12 മാസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് മാസത്തിലുള്ളതാണ്, ഇപ്പം കുഞ്ഞിന് എത്ര മാസമായി എന്നുള്ളത് അതിലൊരു കോഡ് തരും. ആ ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫയർ ഫ്രീ ആയിട്ടുള്ള ട്രസ്ലി ചീസ് കേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കേക്കിന് വേണ്ടുന്ന സ്ട്രോബെറി മിൽക്ക് സിറപ്പ് ചെയ്തെടുക്കാം. അതായത് 1 കപ്പ് നല്ല കട്ടിയുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു കണ്ടൻസ് മിൽക്ക് നമ്മൾ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്ത ഒരു റെസിപ്പിയാണ്. ഇനി ഇതിലോട്ട് ആ ഒരു സ്ട്രോബെറിയുടെ ഫ്ലേവർ കിട്ടാനായിട്ട് ടൈഗർ ബ്രാൻഡിൻ്റെ സ്ട്രോബെറി മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 4-5 ഡ്രോപ്സ് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ കളറ് പോരാ, ഫ്ലേവർ പോരാന്നുണ്ടെങ്കിൽ അഡീഷണൽ നമുക്ക് കുറച്ചും കൂടെ ഡ്രോപ്സ് ഈ ഒരു എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 3 ഡ്രോപ്സും കൂടെ കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സ്ട്രോബെറി മിൽക്ക് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ഫ്ലേവറാണ്.
അപ്പോൾ ഇനി നമുക്ക് കേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ ബേക്കൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ആ ബ്രൗൺ ഭാഗമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കേക്ക് നല്ലതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഏതൊരു ടൈപ്പ് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ താഴ്ഭാഗത്ത് ആ ഒരു ബ്രെഡ് കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏത് വലിപ്പത്തിലുള്ള പാത്രം എടുക്കുമോ ആ പാത്രത്തിൽ കംപ്ലീറ്റ് ആയിട്ട് താഴ്ഭാഗത്ത് ബ്രെഡ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു മിൽക്ക് സിറപ്പിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പ് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ള 1/4 കപ്പും പാലും ഈ ഒരു ബ്രെഡിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇങ്ങനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുത്താൽ മാത്രമേ ഒരു ബ്രെഡിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് മാറിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കേക്കിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് സോക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് വിസ്ക് വെച്ചിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ റെഡ് ബി കേക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് വിസ്ക് വെച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ബ്രെഡ് നല്ലതുപോലെ ആ ഒരു മിൽക്ക് സിറപ്പിൽ സോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒരു ലെയർ മാത്രം ഒന്ന് പതിയെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരണം ബ്രെഡ് നല്ലപോലെ സോഫ്റ്റായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈറ്റ് ചെയ്ത് ലെവലൊക്കെ ചെയ്തിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബ്രെഡും ക്രീമും കൂടെ മിക്സായി പോവും. അപ്പോൾ വളരെ പതിയെ മാത്രം ഒരു ചെറിയ ലെയർ ക്രീം വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ലെയർ മാത്രം ക്രീം വെച്ച് ഒന്ന് ജസ്റ്റ് കോട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചിട്ട് മേളിൽ ജസ്റ്റ് ഒരു ബബിൾ പോലെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ വീഡിയോയും മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗീവ് അവേയുടെ കാര്യം ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഇപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നല്ലതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നട്ട്സും കൂടെ ടോപ്പിലായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പം ഈ ഒരു നട്ട്സ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ അടിപൊളിയായിട്ടുള്ള ട്രസ്ലി ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബ്രെഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നതിന് മുന്നേ ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷം മാത്രം കഴിച്ചാൽ മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ഈ ഒരു കേക്ക് കഴിക്കുമ്പോൾ ആ ഒരു നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ ആ ഒരു സിറപ്പിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ഈ ഒരു കേക്കിന് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. മാക്സിമം നമ്മൾ വീഡിയോസ് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നവർക്കാണ് നമ്മുടെ ആ ഒരു ഗീവ് അവേയിൽ പ്രയോറിറ്റി കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഗീവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഹോർലിക്സ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീം കേക്കാണ്. അപ്പോൾ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഹോർലിക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഫസ്റ്റ് ഞാനിവിടെ ഒരു 1/4 കപ്പും 3 ടേബിൾ സ്പൂണും കൂടെ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാലെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ സാധാരണ പാലിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഹോർലിക്സ് എടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോർലിക്സ് തന്നെയാണ്. അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഹോർലിക്സ് ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. ഇനി ഇത് കട്ടയില്ലാതെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹോർലിക്സിൻ്റെ മിൽക്ക് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വേറെ മാവോ അല്ലെങ്കിൽ ബേക്കിങ്ങോ ഒന്നുമില്ല, സാധാരണ ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ബ്രെഡ് ഇവിടെ 2 പീസേ എടുത്തിട്ടുള്ളൂ. സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് 2 ലെയറായിട്ടും ചെയ്യാം. ഞാനിപ്പോൾ 1 ലെയറിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഹോർലിക്സിൻ്റെ സിറപ്പ് ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ആകുമ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ വെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം ഇങ്ങനെ ഒന്ന് പൊങ്ങിയൊക്കെ കിടക്കും. പക്ഷെ അതൊന്നും സാരമില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ബ്രെഡിൽ നല്ലതുപോലെ ഈ ഒരു മിൽക്ക് സിറപ്പ് സോക്കായിട്ട് വരും.
അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത ഒരു 1/4 കപ്പ് 3 ടേബിൾ സ്പൂണും കൂടെ ആ ഒരു കംപ്ലീറ്റ് പാലിൽ മിക്സ് ചെയ്ത ഹോർലിക്സിൻ്റെ സിറപ്പ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ഈ ബ്രെഡ് ഈ ഒരു പാലിലൊന്ന് കുതിർന്ന് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബീറ്ററിലൊന്നുമല്ല, വിസ്കിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെഡ് ബി കേക്കിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വിസ്ക് വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഉണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ഹോർലിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വിപ്പിംഗ് ക്രീമിൽ ഹോർലിക്സ് ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ക്രീമിന്. അപ്പോൾ ഇവിടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചല്ലോ ആ ഒരു ബ്രെഡിലോട്ട് ക്രീം ഇതുപോലെ ഒരു ലെയർ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് മേളിൽ ഒരു ചെറിയ ചെറിയ ബബിൾസൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ബാഗ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോയും മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാണെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഇതിലോട്ട് കുറച്ചും കൂടെ ഒരു ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടി ബട്ടർ സ്കോച്ച് സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയും മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതൊക്കെ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാണാനൊരു ഭംഗി, കഴിക്കാനൊരു സ്പെഷ്യൽ ടേസ്റ്റുമാണ്. സാധാരണ പഞ്ചസാരയും വെള്ളവും ചേർത്ത് നന്നായിട്ട് അലിയിപ്പിച്ചതിന് ശേഷം ബട്ടർ നമ്മൾ ഒരു ടീസ്പൂൺ ബട്ടറൊക്കെ വെച്ച് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹോർലിക്സ് ക്രീമി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത്രയും സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.